ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് ശ്രദ്ധിക്കുക, ഓഡിറ്റോറിയത്തിലാണ്, ഇവിടെയല്ല. അപ്പോൾ അവിടേക്ക് ഇത് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ പോകാൻ പാടുള്ളൂ എന്ന് ഉറപ്പിക്കാം. സ്വാഗതം പറയുന്നതിനായി ശ്രീ വിനോദ് എഴുതിരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സച്ചിദാനന്ദം പെയ്ത് നിറയുകയാണ്. ഇത് അടുത്ത സെക്ഷനിലെ പഠനങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ സെക്ഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് ടീമിൻ്റെ ലീഡർ കണ്ണമാഷായിരുന്നു. കണ്ണമാഷ് അല്പം ധൃതിയിൽ നേരത്തെ പോയി. പ്രബന്ധം അധ്യക്ഷം വഹിക്കുന്നത് രഹന സുൽത്താനാണ്. രഹന സുൽത്താനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാക്കോ മാഷ് ആണ് ഒന്നാമത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ഒന്നും പറയേണ്ടതില്ല, വളരെ ശക്തമായ ഒരു പ്രമേയമാണ് മാഷ്ക്ക് അവതരിപ്പിക്കാനുള്ളത്. അത് അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നുള്ള ചാക്കോ മാഷെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അടുത്ത പ്രബന്ധം അവതരിപ്പിക്കുന്നത് ജൈന ചക്കാമഠത്തിലാണ്. സച്ചിദാനന്ദൻ കവിതകളിലെ ദളിത് വിമോചനമെന്ന വളരെ ഗഹനമായ ഓരോ വരികളിലും അത്തരം കാര്യങ്ങൾ മാഷ് പ്രതിപാദിച്ചു പോകുന്ന വലിയ ഗൗരവമുള്ള ആ വിഷയവും ഈ ടീം അവതരിപ്പിക്കുന്നു. ടീച്ചറെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കാൻ രഹന സുൽത്താനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഇതിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന കൂട്ടുകാരെ, കാവ്യശിഖയുടെ സച്ചിദാനന്ദ പരിപാടി ആരംഭിച്ചിട്ട് 2 മാസത്തോളമായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രാവണ്യമാഷിൻ്റെ മക്കളായി നിന്നുകൊണ്ട് കാവ്യശിഖയിലെ ഓരോ അംഗങ്ങളും കവിത പഠിക്കുകയും പഠനം നടത്തുകയും കവിത ആലപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സച്ചിദാനന്ദ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അടുത്തിടെയാണ് കാവ്യശിഖയിൽ ഞാൻ വന്നു ചേർന്നത് എങ്കിലും ഏറെ പ്രിയപ്പെട്ടവളായി എന്നെ കണ്ടുകൊണ്ട് കാവ്യശിഖ എന്നെയും ചേർത്ത് പിടിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം സച്ചിദാനന്ദ മാഷിനെ പോലെയുള്ള ഒരു ലോകോത്തര കവി ആയ സച്ചിദാനന്ദ മാഷെക്കുറിച്ച് ഈ വേദിയിൽ വന്ന് 2 വാക്ക് പറയാനും ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് ഒരു ദൈവത്തിൻ്റെ ഒരു നിമിത്തമായി ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഒരു കൃപയായി കരുതുന്നു. കാരണം സച്ചിദാനന്ദ മാഷിൻ്റെ കവിതകളുടെ പഠനം നടത്തുന്നതിലൂടെ നമ്മുടെ രാവണ്യ മാഷ് എഴുത്തിൽ പിച്ച വെച്ച് തുടങ്ങുന്ന എന്ന് പറയണം. നമ്മളെല്ലാവരും തന്നെ ഓർമ്മകളെ മറവി കൊണ്ട് തിരിച്ചെടുക്കുന്നതാണ് എഴുത്ത്, മറവിയെ ഓർമ്മ കൊണ്ട് തിരിച്ചെടുക്കുന്നതാണ് എഴുത്ത് എന്നാണ് മിലൻ കുന്ദേര പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു ചേർന്നിരുന്ന ഓരോ എഴുത്തുകാരും നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ഇരുന്നിരുന്നത്. ഇപ്പോൾ ഇരിക്കുന്നവരും ഏറെ അഭിമാനത്തോടെ സച്ചിദാനന്ദ മാഷിനൊപ്പം ഇവിടെ ഇരിക്കുന്നത് പോലെയാണ് രാവിലെ മുതൽ നമ്മളിവിടെ ഓരോ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുകയും ഉച്ചയ്ക്ക് 1:30 തന്നെ എല്ലാവരും എത്തിച്ചേരുകയും ഉണ്ടായി. അവസാനത്തെ ഒരു പരിപാടി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് പറയുകയാണ്. കാവ്യശിഖയുടെ ഈ ഒരു ഉദ്യമം ഓരോ എഴുത്തുകാരെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വളരെയധികം വിജയത്തിൻ്റെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സച്ചിദാനന്ദ പരിപാടിയുടെ ഓരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റർമാരായ വർഗീസ് ആൻ്റണി മാഷും ചാക്കോ മാഷും മറ്റുള്ളവരെല്ലാം തന്നെ ഏറെ തിരക്കിനിടയിലും ഓടിയെത്തുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നാറുണ്ട്. ഇതിനോടൊപ്പം സഞ്ചരിക്കാൻ ഒരു നിമിത്തം വന്ന പോലെ കാവ്യശിഖയിലെ ഓൺലൈൻ പരിപാടിയിലെ ഒരു അതിഥിയായി എത്തിയ എന്നെ ഇവർ ഇതിനോട് ചേർത്ത് നിർത്തിയപ്പോൾ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ സച്ചിദാനന്ദ പരിപാടിയുടെ ഈ പഠനം
വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ കവിതയും എടുത്ത് പഠനം നടത്തുമ്പോൾ നമുക്ക് സച്ചിദാനന്ദ മാഷിൻ്റെ ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പുസ്തകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സച്ചിദാനന്ദ മാഷിൻ്റെ ഓരോ കൃതികളിലുമുള്ള ചിന്തകളെ ആഴത്തിൽ പഠിക്കാനും നമുക്ക് തോന്നും. അതൊരു പ്രത്യേകതയാണ്. സച്ചിദാനന്ദ മാഷ് ഇനി എഴുതാത്ത വിഷയങ്ങളില്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കൂടുതലായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാത്ത ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇനി സച്ചിദാനന്ദ മാഷ് എഴുതാനായിട്ട് വിഷയങ്ങളില്ല എന്ന് തോന്നുന്നു. ശരിക്കും നെഞ്ചോട് ചേർത്ത് പറയുകയാണെങ്കിൽ സച്ചിദാനന്ദ മാഷ് എത്രയോ മുമ്പ് നമ്മുടെ വയനാട്ടിൽ നടന്ന പ്രളയത്തെക്കുറിച്ച് പോലും എഴുതിയിട്ടുണ്ട്. പ്രളയത്തിൻ്റെ ഭീകരത സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത്തരം ഒരു കവിയെ നമ്മുടെ ലോക കവികളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ മലയാളികൾ ചേർത്ത് വയ്ക്കുകയാണ്. ഈ പരിപാടിയിലൂടെ നമ്മളും അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം ഒരു മലയാളിയായ സച്ചിദാനന്ദ മാഷ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് കാവ്യശികയുടെ ചുക്കാൻ പിടിക്കുന്ന രാവുണ്ണി മാഷിന് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേരിലും ഞങ്ങളുടെ ടീമിൻ്റെ പേരിലും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ഈ പ്രബന്ധം അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ ജൈന ചക്കാമഠത്തിൽ കേരള വർമ്മ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പദവിയിൽ ഇരിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഞാൻ കാവ്യശികയിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് ഞാനിതിന് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാക്കോ മാഷെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടു വാക്ക് പറയാതെ പോകുന്നത് തെറ്റായി പോകും. ചാക്കോ മാഷ് ഒരു പദവിയും ആഗ്രഹിക്കാതെ, ഞാൻ ആ മനുഷ്യനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഒരു പദവിയോ ഒരു അഭിനന്ദനമോ അഭിനന്ദനങ്ങൾ പറയുന്നതോ കാത്തു നിൽക്കാതെ ഓരോ പരിപാടിയിലും ഓടിയെത്തിക്കൊണ്ട് ലൈവായിട്ട് നമ്മുടെ പരിപാടി അത് ഷൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ലൈവായിട്ട് ഇടുന്ന അതിലൊരു ആനന്ദം കണ്ടെത്തി. സാറിന് തിരക്കാണെങ്കിൽ, കാരണം നാടക മേഖലയിലും ടെലിഫിലിം, ഷോർട്ട് ഫിലിം, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ വിജയം കൈവരിച്ച ചാക്കോ മാഷിനെ കുറിച്ച് പറയാൻ ചെറിയ വാക്കുകളിൽ ഒതുങ്ങില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ ഇരിക്കുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഭാഗ്യമായി ഞാനും കരുതുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനും ഞാൻ ഇതിന് സ്വാഗതം പറയുകയാണ് ഈ പരിപാടിയിലേക്ക്. പിന്നെ വിനോദ് എടതിരിഞ്ഞിയെ പറ്റി പറയുകയാണെങ്കിൽ കാവ്യശികയിൽ ഒരു ചൂണ്ടുവിരൽ എന്ന പരിപാടിയിലൂടെ വിനോദ് എടതിരിഞ്ഞി എല്ലാ ദിവസവും രാവിലെ കാവ്യശികയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അതേറെ ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മുടെ കാവ്യശികയുടെ ഒരു മേന്മയാണത്. ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അവരേറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാവ്യശികയുടെ മുൻനിരയിലേക്ക് എത്തിക്കുന്ന നമ്മുടെ കാവ്യശികയുടെ അഡ്മിന്മാരായാലും നമ്മുടെ രാവുണ്ണി മാഷായാലും ഏറെ പുറകിൽ നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഇത് അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ കണ്ണമ്മാഷാണ്. കണ്ണമ്മാഷ് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയതിൽ ക്ഷമിക്കുന്നു. കണ്ണമ്മാഷ് എന്നോട് പറഞ്ഞു, കണ്ണമ്മാഷിന് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഞാനത് സ്വീകരിക്കുകയാണ്. അപ്പോൾ സച്ചിദാനന്ദ മാഷിൻ്റെ ഈ പരിപാടി ഏറ്റവും ഉയർന്ന ഒരു വിജയം കൈവരിക്കട്ടെ. നാളെയും നമുക്ക് മുൻപിലുണ്ട്. അപ്പം നാളെയും ഒത്തിരി പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മൽഹാർ ഗ്രൂപ്പിലെ എൻ്റെ ഒരു സാഹിത്യ ഗ്രൂപ്പിലുള്ള എല്ലാ ചങ്ങാതിമാർക്ക് ഇതിട്ടപ്പോൾ തന്നെ രാവുണ്ണി മാഷെ നേരി കാണാൻ വേണ്ടിയിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കാനും സച്ചിദാനന്ദ മാഷിനെ ഏറെ പ്രിയത്തോടെ കാണുന്ന അവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ഷമയോടുകൂടിയിരുന്ന നിങ്ങളോട് ഞാൻ ഏറെ നന്ദി പറയുകയാണ്. കാരണം കേൾക്കുക എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി ആരുടെ മുൻപിലായാലും ഒരു സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന നമ്മളത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ ഏറെ സന്തോഷമുണ്ട്. അപ്പം നന്ദി, നമസ്കാരം. സച്ചിദാനന്ദ കവിതയിലെ മാർക്സിയൻ ലാവണ്യ ദർശനം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ശ്രീ ചാക്കോടി അന്തിക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമയം ഒട്ടും പോവാനില്ല. അവിടെ പറഞ്ഞു എന്നോട് പറയല്ലേ, സ്വകാര്യം പറയല്ലേ, ആളുകൾ എന്താണെന്ന് തിരിക്കും. ആൾ കല്യാണത്തിന് പോകുന്നു. സുഹൃത്തുക്കളെ, വളരെ വൈകിപ്പോയി. പ്രത്യേകിച്ച് ഈ വിഷയം മാർക്സിയൻ ദർശനമാണ്. സച്ചിദാനന്ദ കവിതയിലെ മാർക്സിയൻ ദർശനം വരുമ്പോൾ 13 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മാർക്സിയൻ പ്രയോഗങ്ങൾ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. ഇതുവരെ നിറച്ച ആളുകൾ ഉണ്ടാവുകയും അവസാനമാകുമ്പോഴേക്കും ഗസലിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് പറയേണ്ട വിഷയമാണ്. നമ്മൾ അത്രയും 10 മിനിറ്റിലേക്ക് സ്പീഡായിട്ട് എങ്ങനെ പറയാമെന്നുള്ളതാണ്. നമുക്ക്
മാർഷ്യൻ ദർശനങ്ങളാണ്. ലാവണ്യ ദർശനം സംഗതി അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഒറ്റയടിക്ക് പറഞ്ഞാൽ നമ്മൾ ബുദ്ധനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മാർസിലേക്ക് എങ്ങനെ എത്തുന്നു, അതിനിടയിൽ സാർത്തറിലൂടെ പോയിട്ട് സച്ചിദാനന്ദ മാഷ് എങ്ങനെയാണ് മാർസിലേക്ക് എത്തുന്നത് എന്നുള്ളത് ആണ് എനിക്ക് മനസ്സിലായ ഒരു ആംഗിൾ. അപ്പോൾ നമുക്ക് ബുദ്ധൻ്റെ മഹാമൗനത്തിൽ തുടങ്ങാം. ഇരിഞ്ഞാലക്കുടയിലെ സച്ചിദാനന്ദ മാഷ് വീടിൻ്റെ പേര് തന്നെ ബോധി എന്നായിരുന്നു പണ്ട് 86 നമ്മൾ സന്ദർശിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കാണ് ബുദ്ധദർശനം സഹനത്തിൻ്റെ ആണെങ്കിൽ മാർഷ്യൻ ദർശനം സമരത്തിൻ്റെയാണ്. ഇത് രണ്ടും തമ്മിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗാന്ധി വരും, സമരമായിട്ട് ബന്ധപ്പെടുമ്പോൾ നാരായണഗുരു വരും. ഇതെല്ലാം കൂടി ഒരു വല്ലാത്തൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നൊരു കേരളമാണ്. ഏറ്റവും കൂടുതൽ മാഷ്ക്ക് അതിൻ്റെ എല്ലാ അന്വേഷണങ്ങളുടെയും ക്ലാരിറ്റി വരുന്നത് സാംസ്കാരിക വേദിയായിട്ട് ബന്ധപ്പെട്ട സംവാദങ്ങളിലാണ്. ആ സമയത്ത് ബി രാജീവൻ മുതൽ ടി കെ രാമേന്ദ്രൻ മുതൽ ഭാസ്വരേന്ദ്ര മുതൽ കെ വേണു മുതൽ വലിയ ദീർഘമായ സംവാദങ്ങൾ നടന്നൊരു പീരീഡാണ്. ഞാൻ കവിതയിലൂടെ പോകുന്നതിന് മുമ്പ് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് മാഷ് എങ്ങനെ എത്തുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്പേസിൽ എങ്ങനെ മാഷ് എത്തിച്ചേരുന്നു. ഇത്രയും ഷാർപ്പായ കവിത എഴുതുന്ന മനുഷ്യൻ, ഇത്രയും ഷാർപ്പായ രാഷ്ട്രീയ നിരീക്ഷണ ലേഖനങ്ങൾ എഴുതുന്നത് കേരളത്തിലെ മറ്റ് കവികളിൽ വളരെ കുറവാണെന്നുള്ളതും കൂടി ഊന്നി പറയുകയാണ്. കാരണം ഇത്രയധികം ആൾത്തൂസർ വായിക്കുന്നത്, സാർത്തറിനെ വായിക്കുന്നത്, ഗ്രാംചിയെ വായിക്കുന്ന ഒരാൾ, ഒരുപാട് കവിതകൾ എഴുതുന്ന, ഒരുപാട് രാഷ്ട്രീയ കവിതകൾ എഴുതുന്ന പലരുണ്ടെങ്കിലും ഇത്തരം ദാർശനിക രാഷ്ട്രീയ പഠനങ്ങൾ ചെയ്യുന്ന കവി കുറവാണെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ലെഫ്റ്റിൻ്റെ ഫിസിക്കൽ പവറിനെ അംഗീകരിക്കണമെന്ന് സംസ്കാരിക വേദി ശേഷമുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ നവീകരിക്കണമെങ്കിൽ അതിനെ റാഡിക്കലൈസ് ചെയ്യണം. റാഡിക്കലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നവ ലെഫ്റ്റായിട്ട് വന്ന യൂറോപ്യൻ ചിന്തകൾ മുതൽ ഒരു പക്ഷേ ക്രിട്ടിക് ഓഫ് ദ ഡയലക്ടിക്കൽ റീസൺ മുതലുള്ള സാർത്തറിൻ്റെ പുസ്തകങ്ങളൊക്കെ മാഷ് പരിചയപ്പെടുത്തുന്നത് അതിനാണ്. പി ഗോവിന്ദപിള്ളിയുടെ ഒപ്പമുണ്ട്. ക്രിട്ടിക് ഓഫ് ദ ഡയലക്ടിക്കൽ റീസൺ മാർസിനെ വിമർശിച്ചുകൊണ്ടുള്ള അതിശക്തമായ സാർത്തറിൻ്റെ പുസ്തകമാണ്. ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ നാവും മരവും അടിയന്തരാവസ്ഥ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നിൽ എഴുതുന്ന കവിതകളിലേക്ക് വരുന്നത്. അപ്പം നമുക്കൊരു ഈ ബുദ്ധൻ എന്ന് പറയുന്നതിനെ ഇങ്ങനെ നോക്കാം. നമുക്ക് ഹെഗൽ എന്ന് പറയുന്നത് മനസ്സിലാക്കപ്പെടും. ലോകത്തെ മനസ്സിലാക്കൽ മാത്രമാണ് ഹെഗൽ. അത് പോരാ എന്നുള്ളതാണ്. ലോകത്തെ മാറ്റിമറിക്കണം, പരിവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമരമാർഗമാണ് മാർക്സ്. ഹെഗലിൽ നിന്ന് മാർക്സിലേക്കുള്ള ദൂരമാണ് ബുദ്ധനിൽ നിന്ന് മാർക്സിലേക്കുള്ള ദൂരം എന്നാണ് ഞാൻ വേറെ ആംഗിളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഹെഗൽ എന്ന് പറയുന്നത് മനസ്സിലാക്കലാണ്, ബുദ്ധനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ചു പോകും. അത് സമരത്തിൻ്റെ മാർഗമായിട്ട് മാർക്സ് ഉയർത്തിപ്പിടിക്കുമ്പോഴോ സംഘടിതമായ സമരം വേണമെന്ന് പ്രവർത്തനം. ഈ സ്ഥലത്തുകൂടിയും കടന്നു പോകുന്ന, സിദ്ധാന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സച്ചിദാനന്ദ മാഷാണ് അതിശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളൊക്കെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ അന്യവൽക്കരണം എന്നുള്ളൊരു വാക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒരു മാർഷ്യൻ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ വസ്തുവിൽ നിന്ന് തൊഴിലാളി അന്യവൽക്കരിക്കപ്പെടുന്നു. മൂലധനത്തിൻ്റെ ഒരു മിടുക്കാണ്. പണി കഴിഞ്ഞാൽ തൊഴിലാളിക്ക് അതിന് മുഴുവൻ ഇത് കിട്ടില്ല. അപ്പോൾ ആ അന്യവൽക്കരണം എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ്. ഈ അന്യവൽക്കരണം തന്നെയാണ് അസ്തിത്വവാദപരമായിട്ട് സാർത്തർ പറയുന്നത്. അതെന്താ എഴുത്തുകാരെങ്ങനെ നേരിടുന്നത്? നമ്മൾ ഈ എഴുതുന്ന ശക്തമായ വിപ്ലവ വീര്യമുള്ള വരികൾ, വാക്കുകൾ പ്രയോഗത്തിൽ സംഭവിച്ചില്ലെങ്കിൽ, നമ്മുടെ രാഷ്ട്രീയ പ്രയോഗത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ഈ വാക്ക് അവിടെ വീണ്ടും വീണ്ടും മൃത ശരീരമായിട്ട് പുസ്തകങ്ങൾക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. അതിനെന്നും ആ കലാപം നടത്തിയിട്ടുള്ള ആളാണ് സച്ചിദാനന്ദ മാഷ്. പാർലമെന്ററി യുക്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഈ പരിസരത്ത് എത്രമാത്രം വിപ്ലവപരമായ മുന്നേറ്റത്തിന് സാധ്യമുണ്ട് എന്നുള്ളിടത്താണ് ഈ അന്യവൽക്കരണം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനത് കുറേ ഉണ്ട്, അത് മുഴുവൻ വായിക്കുന്നില്ല. നമുക്കറിയാം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സൂര്യാസ്തമിക്കാത്ത നാട് എന്നുള്ള രീതി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അത് അസ്തമിക്കുന്നു. പക്ഷെ പിന്നെ വരുന്നത് നിയോ കൊളോണിയലിസമാണ്. ഈസിക്കൽറ്റി MC സ്ക്വയർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ഐൻസ്റ്റൈൻ കൊണ്ടുപോയി അവിടെ പുറത്തോടുകൂടി സംഭവിക്കുന്നത് നാഗസാക്കി ഹിരോഷിമയ്ക്ക് ശേഷം ലോക ആധിപത്യം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് നിയോ കൊളോണിയലിസമാണ്, ഇമ്പീരിയലിസമാണ്. ഇതുണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്ന വിയറ്റ്നാം വാറും ഒക്കെ. ഇതിനെതിരെയുള്ള പോരാട്ടങ്ങളാണ് ഈ ഹോജിമിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യൂബൻ വിപ്ലവം എന്ന് പറയുന്നത്. ഈ സമയം ഉണ്ടാക്കുന്ന ഒരു ആവേശമാണ് 60-കളിൽ 70-കളിൽ വന്ന ഈ ശുഭിത യവൻ എന്ന് പറയുന്ന, ഏറ്റവും പ്രകോപനപരമായിട്ട് ഭാഷ ഉപയോഗിക്കണം എന്ന് പറയുന്ന, അതിനെ കൂട്ടുപിടിക്കുന്നതും ബ്രെറ്റിൻ്റെ ഇതുകളും. അതുകൊണ്ടാണ് മാഷൊക്കെ ബ്രെറ്റിൻ്റെ കല പോലുള്ള പുസ്തകം പോലും എഴുതുന്നത്. ചാപ്പലിൻ്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്ററും പിക്കാസോയുടെ ഈ ഗൂർണിക്കയും ഇത് രണ്ടും ഉണ്ടാക്കിയ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്. കാരണം ഭരണകൂടത്തിന് നിങ്ങളാരാണ് ഹു ഡിഡ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ യു ഡിഡ് ഇറ്റ് എന്ന് പറയുന്ന
പിക്കാസോ. ഇത് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ള കവിയും കൂടിയാണ്. മാർഷ്യൻ പേഴ്സ്പെക്റ്റീവിൽ ഊന്നിയിട്ട് ഇത്രമാത്രം പഠനം നടത്തേണ്ടി വരുന്നു സച്ചിദാനന്ദ മാഷ്. ഇത് തന്നെയാണ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ഹിറ്റ്ലറെ വിമർശിച്ചിട്ടുള്ളത്. ഈ രണ്ടും തുടർന്ന് നമുക്ക് അഗസ്റ്റോ പോൾ പഠിക്കുന്നു. മാഷ് എഴുതുന്ന പുസ്തകങ്ങൾ നോക്കിയിട്ടുണ്ട്, എല്ലാം ഇങ്ങനെയുള്ള ഈ അവാൻഗാർഡായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകാർ, കവികൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്താ പിന്നെ ഗൊദാർദിൻ്റെ സിനിമകളെക്കുറിച്ച്, അല്ലെങ്കിൽ ബോബ് മാർലിയെ കുറിച്ച് എല്ലാം വളരെ വൈവിധ്യമാർന്ന ചിത്രകല അടക്കം വരുന്ന ഇതെല്ലാമാണ് സ്വാംശീകരിക്കുന്ന മനുഷ്യനാണ് ഈ മാർഷ്യൻ പേഴ്സ്പെക്റ്റീവിലുള്ള ഭാഷ, പ്രതിരോധത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം മാത്രം ഉൾക്കൊള്ളുന്ന ധ്യാനമായിരുന്നെങ്കിൽ പുത്തൻ വീട് വിട്ടു പോകുമ്പോൾ മാർസിനെ നാട് കടത്തപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടുപേരും തമ്മിലുള്ളൊരു വീടില്ലാത്ത രണ്ടുപേരും പരിശോധിച്ചു. കൊട്ടാരം വിട്ടു പോകുന്ന ബുദ്ധനെ മനസ്സിലാക്കാൻ നോക്കും, പക്ഷെ നാട് കടത്തപ്പെടുന്ന മാർസും കൂടിയുണ്ട്. ഭരണകൂടത്തിനെയും പള്ളിനെയും ചോദ്യം ചെയ്യുന്നിടത്താണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സച്ചിദാനന്ദം പോലുള്ള ഒരു ഈ രാഷ്ട്രീയ സംവാദങ്ങളുടെ പരിസരമായിട്ട് സാംസ്കാരിക വേദിയിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് അതിനുശേഷം എഴുതപ്പെട്ട കവിതകളിൽ മുഴുവൻ പ്രതിരോധത്തിൻ്റെ ഭാഷ പറയുന്നുണ്ട്. മാഷ് പറയുന്ന ഒരു സാധനമുണ്ട്, നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ആൾത്തോസറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, ISA എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ആൾത്തോസറെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ഒരുപാട് നിരൂപണ ലേഖനങ്ങൾ എഴുതിയത് സച്ചിദാനന്ദ മാഷാണ്. കാരണം ഇവിടുത്തെ ഈ ലെഫ്റ്റിനെ നവീകരിക്കണമെങ്കിൽ ആൾത്തോസർ മനസ്സിലാക്കണം, ഗ്രാംചി മനസ്സിലാക്കണം, കൊസാംബി മനസ്സിലാക്കണം. ഇതുകൊണ്ട് അതും പോരാ, കവിതകളിലൂടെ പറയുന്നതിനപ്പുറം പൊളിറ്റിക്കലായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ലേഖനങ്ങൾ വേണം എന്നുള്ളിടത്താണ് വരുന്നത്. അങ്ങനെ എഴുതുന്ന ആൾക്കാർ കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല ആൾ പറയുന്നത് പ്രതിരോധം എന്ന് പറയുന്നത് വിപ്ലവമായിട്ട് വരുന്ന ഒരു തലമുണ്ട്. അതിപ്പോൾ ഒരു പഠനമാണ്, പുസ്തകങ്ങളിൽ വരുന്നുണ്ട് ആളുടെ ലേഖനങ്ങളിൽ. വിപ്ലവം പലപ്പോഴും ഒരുപാട് കാലമെടുത്ത് ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. പക്ഷേ ഈ വിപ്ലവം നടന്ന രാഷ്ട്രങ്ങളുടെ അത് ഏകാധിപത്യത്തിലേക്ക് പോയതിൻ്റെ ഒരു ലിസ്റ്റ് സച്ചിദാനന്ദ മാഷ് വെക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ വരുമ്പോൾ എന്താ വെച്ചാൽ അതെല്ലാം ഒരു സർവാധിപത്യ സ്വഭാവം, സമഗ്രാധിപത്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പ്രതിരോധം ഒറ്റപ്പെടുന്നു. പ്രതിരോധം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ തലങ്ങളിലുള്ള എഴുത്തിലൂടെ ഇതിനെ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രതിരോധത്തിൻ്റെ കവിത വേണമെന്നുള്ളിടത്താണ് മാഷ് എത്തുന്നത്. ഒരുപാട് ലേഖനങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഞാൻ പെട്ടെന്ന് നിർത്തും കാരണം ഇനി ബാക്കിയുള്ളത് നമ്മൾ പ്രിന്റിങ്ങിൽ കൊണ്ടുവരാം. നമ്മൾ ഇപ്പോൾ ഈ സ്ത്രീമോചനമായിട്ടൊക്കെ കണക്ട് ചെയ്യപ്പെടുന്ന വളരെ ശക്തമായിട്ടുള്ള ചെറിയ ചെറിയ കവിതകളാണ്. അപ്പം നമുക്കൊരു കവിത നോക്കിയറിയാം, പണ്ടേ എന്നുള്ളൊരു കവിത, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 60 കഴിഞ്ഞ സ്ത്രീ 70 കഴിഞ്ഞ പുരുഷനോട് പറഞ്ഞു, നാം പണ്ടേ കണ്ടുമുട്ടേണ്ടതായിരുന്നു. 50 കഴിഞ്ഞ പുരുഷൻ 40 കഴിഞ്ഞ സ്ത്രീയോട് പറഞ്ഞു, നാം ഒന്നിച്ച് ജീവിക്കേണ്ടവരായിരുന്നു. 20 കഴിഞ്ഞ സ്ത്രീ 30 കഴിഞ്ഞ പുരുഷനോട് പറഞ്ഞു, നാം ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നു. രോഗം വന്ന് മരിച്ചപ്പോൾ എല്ലാവരും ഒരേ കല്ലറയിൽ അടക്കപ്പെട്ടു. ഇത്രയും സട്ടയറിക്കലായിട്ട് മാഷ് ആ ഒരു രീതിയിൽ കവിത എഴുതേണ്ടി വരുന്നത്, ആ പെർസ്പെക്റ്റീവ് ശ്രദ്ധിക്കുക. സ്ത്രീമോചനാണ് അതിൽ പ്രശ്നം. ഏറ്റവും നവ മാർക്സിസ്റ്റ് പോസ്റ്റ് മോഡേൺ തലത്തിലുള്ള നവ മാർക്സിസത്തിൻ്റെ സംഗതികളാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരുപാട്, ഇപ്പം ബോബ് മാർലിയുടെ ഈ വരികൾ മാഷ് ഊന്നി പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. Get up, get up. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബോബ് മാർലി പ്രതിരോധത്തിന് വേണ്ടിയുള്ള വരികളാണ്. മാഷ് ലേഖനങ്ങൾ ഊന്നി പറയുന്നു, ഗെറ്റ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ റൈറ്റ്സ്. ബോബ് മാർലി പറയുന്നത് ഒരിക്കലും ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഫൈറ്റ് എന്ന് പറയുന്നത് മാഷ് ലേഖനത്തിൽ ഊന്നി പറയുന്നു. ഇതെല്ലാം എങ്ങനെ വരുന്നു? മാർഷ്യൻ ദർശനത്തിൻ്റെ ഭാഗമാണ് ഈ വരികൾ ഇങ്ങനെ വരേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെറുതെ ഒരു കവിത അങ്ങനെ വിപ്ലവ കവിത എഴുതുക മാത്രമല്ല, ഇതിൻ്റെ ഈ സൈദ്ധാന്തിക തലങ്ങൾ, പ്രയോഗത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. നമുക്കറിയാം പാർലമെന്ററി സിസ്റ്റത്തിന് വളരെ പരിമിതി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാഷ് എഴുതുന്നു, വിപ്ലവകാലത്ത് കവിത വിജയത്തെക്കുറിച്ച് പാടുന്നു, വിജയത്തിൻ്റെ കാലത്ത് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്നു. വിപ്ലവകാലത്ത് കവിത വിജയത്തെക്കുറിച്ച് പാടുന്നു, വിജയത്തിൻ്റെ കാലത്ത് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടും. വല്ലാത്ത ഒരു ചിന്തയാണ്. ഈ ചിന്തയ്ക്ക് മുമ്പ് 79 ഇപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ചൈനീസ് വാള് വരുന്ന സമയത്ത് പുതിയ ചൈനയിൽ ഇത് പറഞ്ഞു നിർത്തുകയാണ്, രണ്ടുപേരും കൂടി പറഞ്ഞു നിർത്തുകയാണ്. എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇത്രയധികം ശക്തമായ മൂവ്മെൻറ്റുകൾ, നേരത്തെ മറിച്ച് സാംസ്കാരിക വേദിയുടെ നായകനായിരുന്ന KJ ബേബി നാട്ടുഗതിയായിട്ട് വരുന്നത്,
തുടർന്ന് മാർക്സിസ്റ്റ് ഇത് എഴുതേണ്ടി വരും, ശക്തൻ തമ്പുരാൻ എഴുതേണ്ടി വരും, ഗാന്ധി എഴുതേണ്ടി വരും. നാടകമാണ് പറയുന്നത്. 2 നാടകം എഴുതിയിട്ടുണ്ട്, അതിലും കവിത ഉപയോഗിക്കുന്നുണ്ട്. ബ്രെറ്റിന്റെ സ്വാധീനം, ബർത്തോൾഡ് ബ്രെറ്റിന്റെ സ്വാധീനം. ഇരുണ്ട കാലത്ത് എങ്ങനെ കവിത എഴുതുമെന്ന് ബ്രെറ്റിനോട് ചോദിച്ചപ്പോൾ ബ്രെറ്റ് പറഞ്ഞത് ഇരുണ്ട കാലത്തിന്റെ കവിതയുണ്ടാകും. ഇത് തന്നെയാണ് സച്ചിദാനന്ദ മാഷ് ഊന്നി പറയുന്നത്. മാഷ പലയിടത്തും ബ്രിട്ടനെ കുറിച്ച് പറയേണ്ടി വരുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ശക്തമായ പോരാട്ടം. ഇപ്പോഴാണ് കുറച്ചുകൂടി വർഗീയ ഫാസിസമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഫാസിസത്തിനെ, വർഗീയ ഫാസിസത്തിനെ അതിൻ്റെ ഭീകരത പറഞ്ഞുകൊണ്ട് ധാരാളം കവിതകൾ ഈ അടുത്ത് പോലും വന്നിട്ട് നമ്മുടെ കവിശികയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ്. നമുക്ക് നോക്കാം, 1977-78 കാലത്ത് ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുറന്നുകാട്ടലിന്റെ സാഹിത്യം പ്രചരിപ്പിച്ചു. അന്ന് വരുന്ന, പ്രത്യേകിച്ച് മാഷ് ഊന്നി പറയുന്ന ലേഖനത്തിൽ പറയുന്ന വരി ഇതാണ്: പാടാൻ തോന്നുന്നുവെങ്കിൽ പാടൂ, പക്ഷെ മെല്ലെ മൃദുലമായി, കണ്ണീരുണ്ടെങ്കിൽ കരയൂ, പക്ഷെ നിശബ്ദമായി. ഇത് ഷൂട്ടിംഗ് എന്ന കവയത്രി എഴുതിയതാണ്. ഇനി ചൈനീസ് വാളായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വരുന്നത്, മതിൽ കത്തി പോലെയാണ്. മാഷ് ലേഖനത്തിൽ കോട്ട് ചെയ്യുന്ന വരികളാണ്. ഐച്ചിങ് എഴുതിയ 1979 എഴുതിയതാട്ടാ. നമ്മളിവിടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അത് വരുന്നത്. മാഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ വരുന്നത്, മതിൽ കത്തി പോലെയാണ്, അത് നഗരത്തെ 2ആയി മുറിക്കുന്നു. 3 മീറ്റർ ഉയരം സാരമില്ല, 50 സെന്റിമീറ്റർ കനം സാരമില്ല, 40 കിലോമീറ്റർ നീളം സാരമില്ല, 1000 ഇരട്ടി പൊക്കവും കട്ടിയും നീളവും ഉണ്ടാവട്ടെ, പക്ഷേ അതിനാകാശത്തെ മേഘങ്ങളെ തടുക്കാനാവുമോ? കാറ്റിനെ, മഴയെ, സൂര്യവെളിച്ചത്തെ, ജലത്തിന്റെയും വായുവിന്റെയും സ്നേഹത്തെ, കാറ്റിനേക്കാൾ സ്വതന്ത്രമായ ചിന്തയുള്ള 100 ലക്ഷം ആളുകളെ അതിന് തടഞ്ഞു നിർത്താനാവുമോ? ഭൂമിയേക്കാൾ ദൃഢമായ ഇച്ഛാശക്തിയുള്ളവരെ, കാലത്തേക്കാൾ അനന്തമായ അഭിലാഷമുള്ളവരെ അതിനെ തടഞ്ഞു നിർത്താനാവുമോ? എത്രയോ മുമ്പ് 79 ചൈനീസ് ഇതിൽ എഴുതപ്പെട്ട ഈ കവിത എടുത്ത് മാഷ് കോട്ട് ചെയ്തു ലേഖനങ്ങളുണ്ട്. ന്യൂനപക്ഷത്തിന് വേണ്ടി എഴുതുന്നതും ദുഃഖങ്ങൾ ആവിഷ്കരിക്കുന്നതും ഇക്കാലത്താണ് ഒരു കുറ്റമല്ലാതായത്. ലിറ്റിൽ മാഗസിനുകൾ ധാരാളം പ്രത്യക്ഷപ്പെട്ടു. ജനാധിപത്യ അവകാശങ്ങളും സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷമായി. 70കളിൽ ശേഷം നോക്കി മാഷ് ഈ ലിറ്റിൽ മാഗസിനുകളിൽ കുത്തക എഴുത്തിന്ന് വിട്ട് ഒരുപാട് പ്രേരണ, പ്രസക്തി ഇങ്ങനെ വരുന്ന ബോധി ബുക്സ് ആദ്യമേ ഇറക്കിയ കംപ്ലീറ്റ് ജോയ് മാത്യു ഇറക്കിയ 80കളിൽ ഇറക്കിയ കളക്ഷനുണ്ട് ബോധി ബുക്സ്. ഒരു അതുവരെ വന്ന മാഷയുടെ ഒരുപാട് കവിതകളുണ്ട്. അന്ന് തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ട കവിതകളാണ്. അതിൽ വരുന്നുണ്ട് ഈ ഒഴിപ്പങ്ക് മുതലുകളെല്ലാം. ഞാൻ നിർത്തുകയാണ്. ഒരു ചെറിയ സ്ത്രീമോചന കവിതയെക്കുറിച്ച് ഒറ്റ സാധനം പറഞ്ഞുകൊണ്ട് മാഷയുടെ കവിതാ സമാഹാരത്തിൽ, അത് നമ്മളിനി ഈ ലേഖനാക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചെയ്യാം. ഈ ഒറ്റ സാധനം പറഞ്ഞുകൊണ്ട് നിർത്താം. 4 വരി കവിതയാണ്. അപ്പോൾ നമ്മൾ ഈ ആദരിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിലെ പാപ്പുലോ നെരൂദ തന്നെയാണ്. കേരളത്തിലെ പാപ്പുലോ നെരൂദയാണ്. കേരളത്തിലെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രസക്തി തിരിച്ചറിഞ്ഞ, ചാർലി ചാപ്ലിൻ്റെ ലോക നിലവാരത്തിലുള്ള പ്രസക്തി പിക്കാസോയും തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ്. വാക്കുകളുടെ മൃഗം എന്നൊക്കെ പറയുന്നത് അതിഭീകരമായ കവിതയുണ്ട്. ഓരോ ചുംബനവും പണ്ടേ കുൽബർഗിക്ക് ചെയ്തിട്ടുള്ള രണ്ട് ഒത്തുതീർപ്പ് എന്നുള്ള കവിത എഴുതിയിട്ട് നമുക്ക് നോക്കാം. അവൾ ഉടുപ്പുകളെല്ലാം വലിച്ചൂരി എറിഞ്ഞു, ഉടലാകെ കരികൊണ്ട് എഴുതി വെച്ചു, ഒത്തുതീർപ്പില്ല. പോരാട്ടമാണ് പറയുന്നത്. എന്നിട്ട് തല മുതൽ കാലടി വരെ പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിച്ചു. റോമൻ അടിമകൾ മതിലുമ്പോൾ തലതല്ലി പിറ്റേ ദിവസത്തെ ഫൈറ്റിനെതിരെ സ്വയം ബലിയാവുന്ന ഒരു സംഭവമുണ്ട്, രക്തസാക്ഷിത്വമുണ്ട്. ഇത് കഴിഞ്ഞ് ഇച്ചിരി നീണ്ട കവിതയാണെങ്കിൽ കുറച്ച് വരികളാണ്, കുൽബർഗിക്കുള്ളതാണ്. കരുതിയിരിക്കുക. ജൂലിയസ് ഫ്യൂച്ചിക്കിന്റെ ഡയറിയിൽ പറയുന്ന പോലെ അവസാന വാക്ക് കരുതിയിരിക്കുക. യഥാർത്ഥ ജീവിതത്തിൽ കാഴ്ചക്കാരില്ല. അതിന്റെ പ്രചോദനം പോലെ ആയിരിക്കണം. എൻ്റെ മൗനത്തെ ഭയപ്പെടുക, അത് ഭാഷയേക്കാൾ മൂകമാണ്. ഒരു പുതിയ ഭൂമി തേടുന്ന അവിരാമമായൊരു നദി.
എൻ്റെ ബസവയുടെ വചനങ്ങൾ പോലെ. അതിൻ്റെ ലാസ്റ്റ് വരി ശ്രദ്ധിക്കുക. കരുതിയിരിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ എന്നതിനേക്കാൾ എനിക്കിപ്പോൾ ജീവനുണ്ട്. കരുതിയിരിക്കുക. ചോദ്യങ്ങൾ ഭൂമിയുടെ പച്ചയിൽ മരത്തിലേക്ക് പോകുന്നവൻ്റെ ആത്മകഥത്തിൽ വരുന്നത്. ചോദ്യങ്ങൾ ഭൂമിയുടെ പച്ചയിൽ വിട്ട് ഞാൻ പോകുന്നു. അപരാധികളും നിരപരാധികളും രക്തസാക്ഷികളും ഏറെ നടന്നുപോയ ചോര മൂടിയ ഇതേ വഴിയിലൂടെ നാളെയെങ്കിലും ഒരാൾക്കും ഈ വഴി വരേണ്ടതാകാതിരിക്കട്ടെ. നാളെ ഉണ്ടാകട്ടെ. ഇതാണ് ആളുടെ മാർഷ്യൻ ദർശനത്തിന് മറ്റൊരു സംഭവം. നാളെ ഉണ്ടാകട്ടെ, മാറ്റിമറിച്ചേ പറ്റൂ. മാഷയുടെ കവിതകൾ അത്ര ശക്തമാണ്. ഭരണകൂടത്തിൻ്റെ എന്തെങ്കിലും വഴി തെറ്റിപ്പോകുന്ന സ്ഥലം കാണുമ്പോൾ മാഷ് വിമർശനാത്മകമായി വരുന്നതിൻ്റെ പ്രശ്നം കെടുക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ അന്യവൽക്കരണമാണ്. ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും ഒരു സാംസ്കാരിക വിപ്ലവം മനസ്സിൽ സ്വപ്നം കാണുന്ന ആളുകളിൽ ഒരാൾ സച്ചിദാനന്ദ മാഷും മറ്റൊരാൾ നമ്മുടെ രാവുണ്ണി മാഷും, മൂന്നാമത്തെ ആൾ ഞാനായിരിക്കും, ലാൽ സലാം. ബാക്കിയെല്ലാം വർഗീസാൻഡിക്ക് ഞാൻ എഴുതി ഫിനിഷ് ചെയ്ത് തരാം. ഓക്കെ, നന്ദി മാഷെ. അടുത്ത പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി ജൈന ചക്കമഠത്തിലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സച്ചിദാനന്ദൻ കവിതയിലെ ദളിത് വിമോചനം. പ്രിയമുള്ളവരെ, എല്ലാവരും സമയ അതിക്രമത്തിലാണ് എന്നുള്ളതറിയാം. സമയത്തിൻ്റെ സ്വച്ഛാധിപതി ഞാനാകുന്നില്ല. സമയത്തോടൊപ്പം നടക്കാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എൻ്റെ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ആമുഖമായി എഴുതിയത് മാത്രം വായിച്ചുകൊണ്ട് പുസ്തകമാകുമ്പോൾ എല്ലാവരുടെ വായനയിലേക്കും വായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അടിമത്തത്തിൽ നിന്ന് വിമോചനം കാക്ഷിച്ച് പ്രയാണം ചെയ്യുന്ന വയനാട്ടിലെ ഗോത്രവർഗങ്ങളുടെ ചരിത്രബോധത്തിലേക്കുള്ള ഉണർവായും അവരോട് ചേർന്ന് നിന്ന് ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ച ശ്രീ KJ ബേബിക്ക് അക്ഷരപ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഓരോ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നതാണ് ആ ജനതയുടെ വിമോചനത്തിൻ്റെ അടിത്തറ. ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട 3 യാഥാർത്ഥ്യങ്ങളുടെ സഞ്ചാരത്തിലൂടെയാണ് സച്ചിദാനന്ദൻ മാഷുടെ കവിതകളിലേക്ക് പ്രവേശിക്കുന്നത്. സ്ത്രീ, പ്രകൃതി, ദളിതൻ എന്നിവയാണ് ആ യാഥാർത്ഥ്യങ്ങൾ. ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നതും ഇതുതന്നെ. സച്ചിദാനന്ദൻ മാഷുടെ കവിതകളിലെ ദളിത് വിമോചനം എന്നതാണ് എൻ്റെ വിഷയം. സാമൂഹിക പരിവർത്തന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധതയുള്ള സമൂഹമായി മാറ്റുക എന്നതാണ് ദളിത് വിമോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതി വ്യവസ്ഥയെയും തത്പരമായ മാമൂലുകളെയും മുറുകെ പിടിക്കുന്ന യാഥാസ്ഥികരുമായ ആളുകൾ പുലർത്തുന്ന അധീശത്വത്തിനെതിരെ പ്രതികരിക്കുക എന്നത് തന്നെയാണ് പ്രതിഷേധം. സച്ചിദാനന്ദ മാഷിന്റെ 70കളിൽ അദ്ദേഹം രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട കവിത കോഴിപ്പങ്ക് എന്ന് പറയുന്ന കവിത ഇന്ന് ഈ ആധുനിക സമൂഹത്തും നാം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അധികാരി വർഗത്തിനെതിരെ നമ്മുടെ നാവുകളും നമ്മളും നാവുമരമായി ആകേണ്ട ഒരു കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളുമെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കോഴിപ്പങ്കിലെ കുറച്ച് വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് അതിൻ്റെ വായനക്കാർക്ക് വിടുകയാണ്. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷെ കൂർമ്പൻ കൊക്കെനിക്കൂതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷെ ചെമ്പൻ പൂവെനിക്കുതരിൻ. കുന്നിക്കുരു കണ്ണെനിക്കൂതരിൻ. അവസാനം കവി പറയുന്നുണ്ട്, എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പോട്ടെ കോഴിക്കൊമ്പു നിങ്ങളെടുത്തോളിൻ, പല്ലു നിങ്ങളെടുത്തോളിൻ, പൂവൻ മുട്ട നിങ്ങളെടുത്തോളിൻ, മുലയും നിങ്ങളെടുത്തോളിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ എൻ്റെ കോഴിയെ മാത്രം എനിക്കുതരിൻ. എൻ്റെ കോഴിയെ മാത്രം എനിക്കുതരിൻ. ദളിതന്റെ അസ്തിത്വത്തെയും സ്വത്വത്തെയും അവന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരാകണം എന്നുള്ള ഒരു ആഹ്വാനമാണ് സച്ചിദാനന്ദൻ മാഷ് 70കളുടെ കാലഘട്ടത്ത് എഴുതപ്പെട്ടതെങ്കിൽ അത് ഇന്നും വായനയ്ക്ക്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും വായിക്കപ്പെടേണ്ടതും പറയപ്പെടേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു. അത് മുഴുവൻ ഉണ്ടായിരുന്നു. നമുക്കത് പുസ്തകം എടുക്കുമ്പോൾ അതിന് വായിക്കണ്ടേ, അല്ലെങ്കിൽ പുസ്തകം മേടിക്കില്ല. പ്രശ്നം എന്ന് വെച്ചാൽ പല മിനിറ്റുകൾ സൂക്ഷിച്ച് ചിലവഴിക്കേണ്ടത് സമയമാണ്. ഇപ്പം നമുക്ക് ഭക്ഷണത്തിന് പിരിയാം. നമ്മൾ ഭക്ഷണം ഇതിന് മുകളിലാണ്. ഭക്ഷണം വേഗത്തിൽ കഴിച്ച് ഒരു 20 മിനിറ്റ് അതേപോലെ അത്രയ്ക്കുള്ളൂ ഭക്ഷണം. യെസ്, അത് കഴിച്ച് വേഗം തന്നെ ഗസലിന് വരണം. ഗസൽ അവർ വലിയ ടീം തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ദിവസം തയ്യാറെടുത്ത് വരുന്നതാണ്. നമ്മളെല്ലാവരും അവിടേക്ക് നിൽക്കേണ്ട കുറേ പേര് ആ ആൾക്കാരടക്കം ഈ പരിപാടിക്ക് വരണം. അത്രേ പറയാനുള്ളൂ. വളരെ ഗംഭീരമായിട്ടുള്ള, എനിക്ക് കാവ്യശികയെ കുറിച്ചതല്ല, കാവ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ അഭിമാനം തോന്നിയ ദിവസമാണത്. മികച്ച പഠനങ്ങൾ, മികച്ച അവതരണങ്ങൾ. വാസ്തവത്തിൽ സത്യാന്തി ഇത്രയേ ഉള്ളൂ എന്നുള്ളതല്ല, പക്ഷെ ഒരു കടലിലേക്ക് നോക്കി നമ്മളൊരു തുള്ളി ജലമെടുത്ത് കാണിക്കുന്ന പോലെ സത്യാന്തി നമ്മൾ തൊട്ടു എന്ന് പറയാം. നല്ല പ്രബന്ധങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ. ഈ 3 ദിവസങ്ങളിൽ ഏറ്റവും മാത്രം പ്രസക്തമായ സെഷൻ നടന്ന ദിവസമാണ്. സമയത്തിന് വളരെ വിലയേറിയതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ എണീറ്റ് ചുരുക്കാനൊക്കെ പറയണത്. നല്ല ദിവസം സമ്മാനിച്ചത് പ്രബന്ധം അവതരിപ്പിച്ച എല്ലാവർക്കും. കാവ്യശികയുടെ പ്രവർത്തനം ഒരു 5 ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ട് ഇത്ര വലിയൊരു ലെവലിലേക്ക് നമുക്ക് വളരാൻ കഴിയുമെന്നുള്ളത്, അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെയേറെ മുന്നോട്ട് എത്തിയെന്നുള്ളത് അഭിമാനകരം. ഇന്ന് രാവിലെ മുതൽ ഉച്ച മുതൽ നടത്തിയ സത്യാനന്ദ കവിതാ പഠനങ്ങൾ ഗംഭീരമായി അവതരിപ്പിച്ച എല്ലാ കവി സഹോദരങ്ങൾക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദിവസം പങ്കെടുത്ത എല്ലാവർക്കും മുള്ളേഴ് ഗ്രൂപ്പിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവരും ഇനി നമുക്ക് നേരെ ഭക്ഷണത്തിന് സമയം തീരെ പാഴാക്കരുത്. ഒരു 10-15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് മെയിൻ ഹോളിലേക്ക് എത്തണം. മെയിൻ ഹോളിൽ നമ്മൾ പോലെ എല്ലാവരും വിളിക്കണം. അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം വിളിച്ചു കൂട്ടി കൊണ്ടുപോയി ഗസൽ ഗംഭീരമാക്കണം. കാരണം ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത് ഈ സംഗതിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പിന്നെ കാണാം. യെസ്, ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന്